ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കുശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. സിബിഎസ്ഇ പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ ഐഐടികളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സിബിഎസ്ഇക്ക് നിർദ്ദേശം നൽകിയത്. സിബിഎസ്ഇ 12ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. സിബിഎസ്ഇ 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21, 22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. കേരളത്തിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3-ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് 1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ ബിജെപിക്ക് ജയം. ബിജെപി സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡെ 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21-ന് ഫാൽത്ത മണ്ഡലത്തിൽ റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം മണ്ഡലമായ പറവൂരിലും മുഖ്യമന്ത്രിക്ക് സ്വീകരണമൊരുക്കി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-നും 28-നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നടയടയ്ക്കും. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ലെന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ കടന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.